വര്യന്റെ സാന്നിധ്യം ഒരു നാൾ ഈ പർണശാലയെ ചൈതന്യപൂർണമാക്കി. കാലുഷ്യത്തിന്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ കേരള മുസ്ലിങ്ങൾക്ക് ആത്മീയവും രാഷ്ട്രീയവുമായ നേതൃത്വം നൽകിയ സയ്യിദ് പൂക്കോയ തങ്ങൾ ഇവിടെ ഇരുന്നാണ് ആ മഹാൻ സമുദായത്തെ നയിച്ചത്. അശരണരുടെയും ആലംബഹീനരുടെയും ആശാകേന്ദ്രമായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഖനാന്ധകാരത്തിൽപ്പെട്ട് തപ്പിത്തടഞ്ഞപ്പോൾ പൂക്കോയ തങ്ങൾ പ്രകാശഗോപുരമായി നിലകൊണ്ടു. പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ റഹീം മേച്ചേരി ആ മഹാനെ കുറിച്ച് ഓർക്കുന്നു. പൂക്കോയ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ നേതാവും അതോടൊപ്പം തന്നെ സമുദായത്തിന്റെ ആത്മീയമായി നേതൃത്വം നൽകിയ ഒരു മഹാപ്രതിഭയുമായി കേരളത്തിലെ ഒരുപാട് ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും സാന്നിധ്യം വഹിച്ചത് അദ്ദേഹമായിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള മുസ്ലിങ്ങളെ ഏകോപിപ്പിച്ചിരുന്ന ഒരു കഞ്ഞിയും കൂടിയായിരുന്നു പൂക്കോയ തങ്ങൾ. മുസ്ലിം ലീഗുകാരും അല്ലാത്തവരുമായ എല്ലാ ആളുകളുമായിട്ടും അങ്ങേയറ്റത്തെ സൗഹാർദ്ദവും സ്നേഹവും പുലർത്തിയെന്നുള്ളതായിരുന്നു തങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത. തങ്ങളെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. കൊടപ്പനക്കലെ അദ്ദേഹത്തിന്റെ ആ വലിയ വട്ടമേശയുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ആളുകൾ, അതിൽ പണക്കാരും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. എല്ലാവരോടും ഒരേ ഭാവത്തിൽ ഒരേ സ്നേഹത്തിൽ പെരുമാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. തങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരുപാട് മത സ്ഥാപനങ്ങളുടെ അറബി കോളേജുകളെയും അതുപോലെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളെയും സാന്നിധ്യം അദ്ദേഹം വഹിച്ചിരുന്നു. നിരവധി പള്ളികളുടെ കാന്തിസ്ഥാനം അദ്ദേഹം വഹിച്ചിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ സമുദായ സൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു തങ്ങളുടേത്. ഒരിക്കൽ മലപ്പുറത്ത് ക്രിസ്ത്യാനികളുടേതായ ഒരു ചർച്ച് സ്ഥാപിക്കുന്നതിന് നിയമപരവും സാങ്കേതികവുമായ ചില തടസ്സങ്ങളുണ്ടായപ്പോൾ അവിടെയുള്ള ക്രൈസ്തവ സമുദായം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു മൗനജാഥ നടത്താൻ തീരുമാനിക്കണ്ടായി. ഈ വിവരം അറിഞ്ഞപ്പോൾ അവിടെ പാണക്കാട് പൂക്കോയ തങ്ങൾ ഇടപെടുകയുണ്ടായി. പാണക്കാട് പൂക്കോയ തങ്ങൾ മലപ്പുറത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്, മലപ്പുറത്തെ ക്രിസ്ത്യാനികൾ ഒരു ചെറിയ ന്യൂനപക്ഷമാണ്. അവരുടെ മതപരമായ ഒരു അവകാശം നിഷേധിക്കുന്നത് ഒരിക്കലും ശരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ മലപ്പുറത്ത് ക്രിസ്ത്യാനികൾക്ക് ഒരു ചർച്ച് നിർമ്മിച്ചു കൊടുക്കാനുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കുവാൻ വേണ്ടി അന്നത്തെ കേരള ഗവൺമെന്റിന് മേൽ ശക്തിയായി സ്വാധീനം ചെലുത്തുകയുണ്ടായി. അതുപോലെ തന്നെ മതപരവും ഭൗതികവുമായ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ തങ്ങൾ അങ്ങേയറ്റത്തെ താല്പര്യമാണ് പ്രകടിപ്പിച്ചത്. പാണക്കാട് പൂക്കോയ തങ്ങളുടെ അവസാനത്തെ റേഡിയോ പ്രഭാഷണം മുസ്ലിം സമുദായത്തിലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. ഫാറൂഖ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷത്തിൽ പാണക്കാട് പൂക്കോയ തങ്ങൾ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ മതപരവും ഭൗതികവുമായ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ താല്പര്യം കാണിച്ചിരുന്ന പുരോഗമനാശനായിരുന്ന ഒരു മത രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു പൂക്കോയ തങ്ങളിൽ നിറഞ്ഞു നിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാഫക്കി തങ്ങൾക്ക് ശേഷം മുസ്ലിം ലീഗിന്റെ സാരഥ്യ ചുമലിലേറ്റ പൂക്കോയ തങ്ങൾ വെല്ലുവിളികളെ അചഞ്ചലനായി നേരിട്ടു. ഹൈദരാബാദ് നടപടിക്കാലത്ത് തുറുങ്കിലടയ്ക്കപ്പെട്ടിട്ടും ആ ധീരന്റെ ആത്മവീര്യം ഒട്ടും കുറഞ്ഞില്ല. കാലഘട്ടം തന്നിലർപ്പിച്ച ഭാരിച്ച ദൗത്യം നിറവേറ്റിയ പൂക്കോയ തങ്ങൾ 1975 ജൂലൈ 6 നമ്മോട് വിട പറഞ്ഞു. പൂക്കോയ തങ്ങളുടെ വിയോഗം നാട്ടിനെ പൊട്ടിക്കരയിച്ചു. കാലത്തിന്റെ കുത്തിയൊഴുക്കിൽ ഹതാശരായ സമുദായത്തിന് ശാന്തിയുടെ തെളിനീർ പകർന്ന കാരുണ്യത്തിന്റെ ഉറവ നിലച്ചു. എന്നിട്ടും അലിഖിതമായൊരു നിയോഗം പോലെ പാണക്കാട് പുഴ പിന്നെയും ഒഴുകി. കൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വേദനയുടെയും
അസ്വാസ്യത്തിന്റെയുമായിരുന്നു. വിധിയുടെ മുന്നിൽ തലകുനിച്ച പ്രസ്ഥാനം ദൗർഭാഗ്യകരമായ ഒരു പിളർപ്പിന് വിധേയമായി. രണ്ട് കൈവഴികളായി പാർട്ടി ചലിച്ചു. ഒന്നായി കഴിഞ്ഞവർ ഭിന്നതയുടെ തുരുത്തുകളിൽ മാത്സര്യത്തിന്റെ തമ്പുകൾ കെട്ടി പോരാടി. സമുദായത്തിന്റെ ശബ്ദം പോലും ചിതറിയ അഭിശപ്തമായൊരു കാലഘട്ടം. എന്നാൽ പ്രതിസന്ധിയുടെ ആ മീനച്ചൂടിലും ചരിത്രത്തെ കൈപ്പിടിയിൽ ഒതുക്കിയ മഹാവ്യക്തിത്വങ്ങളുണ്ടായി. ഒരു പതിറ്റാണ്ടിന് മുമ്പ് ഒരു ഇതിഹാസ പുരുഷൻ ഇവിടെ ജീവിച്ചിരുന്നു. ആ മഹാൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതി. വിശേഷണങ്ങൾക്ക് വഴങ്ങാത്ത ഒരു ഉജ്ജ്വല വ്യക്തിത്വം, കേൾവിയും കേൾപ്പോരുമില്ലാത്ത ഒരു സമുദായത്തിന്റെ സമുദ്ധാരകൻ. ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന് അദ്ദേഹം അന്തസ്സും അഭിമാനവും നേടിക്കൊടുത്തു. അത്തോളി എന്ന കുഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ ജീവിതം ഔന്നത്യത്തിന്റെ ഏണിപ്പടികൾ ഓരോന്നായി ചവിട്ടിക്കയറി. ആ കൃതഹസ്ഥൻ കൈകാര്യം ചെയ്യാത്ത വകുപ്പുകളില്ല. രാഷ്ട്രീയ അധികാരം CHന്റെ കയ്യിൽ അലാവുദ്ദീന്റെ അത്ഭുതങ്ങളായിരുന്നു. എല്ലാമായിരുന്നു CH. മലബാർ പ്രദേശത്തെ പിന്നോക്ക പ്രദേശങ്ങളുടെ വളർച്ചയ്ക്ക് പ്രത്യേകമായും വളരെ പിന്നോക്കം നിന്നിരുന്ന തന്റെ സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി സവിശേഷമായും ശ്രദ്ധിച്ചിരുന്ന ഒരു പ്രധാന വ്യക്തിയായിരുന്നു വാസ്തവത്തിൽ CH മുഹമ്മദ് കോയ നേതാവ്. അദ്ദേഹം മന്ത്രിയും മുഖ്യമന്ത്രിയുമായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊന്നും ഒരു വിഭാഗീയവാദി എന്ന നിലക്ക് ഒരു പ്രശ്നത്തെയും സമീപിച്ചിരുന്നില്ല. വളരെ വിശാല മനസ്കതയോടുകൂടി തന്നെ പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു അദ്ദേഹം. എങ്കിലും താൻ ഉൾക്കൊള്ളുന്ന സമുദായത്തിന്റെ ദയനീയമായ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് ധാരാളം ബോധമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ആ വ്യക്തിപ്രഭാവത്തിന്റെ കാന്തി അതിർത്തികൾ ലംഘിച്ച് വ്യാപിച്ച കഥ പ്രശസ്ത പണ്ഡിതൻ CN അഹമ്മദ് മൗലവി വിവരിക്കുന്നു. ഞാനും അദ്ദേഹവുമായി ഒരു ഏതാണ്ട് 40 കൊല്ലത്തോളം ഇടവൈകിയ ഓർമ്മയിരിക്കുന്നു. ഞാൻ 1980 ദുബായിൽ പോയി. ചെന്നപ്പോൾ മലയാളികൾ ഒരു വിഭാഗക്കാർ ഒരു മലയാള പത്രം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ധനം ചേരിക്കാനുള്ള ഒരുക്കത്തിലാണ്. അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു സംരംഭത്തിലാണ്, ഒരുക്കത്തിലാണ്, ഒരു അറബി പ്രധാനിയെ കാണാൻ പോകണമെന്നുണ്ട്, അത് വലിയ കഴിവുള്ള ആളാണ്, മൗലസായും കൂടി ഒന്ന് പോടുന്ന തിരക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കെന്ത് വിരോധം, എനിക്കിപ്പോൾ ആമാരി യാതൊരു പരിപാടിയും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ കൂടെ പോകുന്നതിന് ഒരു വിരോധമില്ല. അങ്ങനെ ആ പറഞ്ഞ മലയാളി നേതാക്കന്മാരും ഞാനും കൂടി പോയി. അവിടുത്തെ വലിയൊരു പ്രഭുവിൻ്റെ അവിടെ ചെന്നു, ചായ തന്നു, കുടിച്ചു കഴിഞ്ഞ ശേഷം പറഞ്ഞു, ഞങ്ങൾ മലയാളത്തിൽ ഒരു ദിനപത്രം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഫണ്ട് ശേഖരിക്കാൻ പ്രവർത്തിക്കുകയാണ്. അതിലേക്ക് ഫണ്ട് ശേഖരിക്കുന്നതിന് ആദ്യമായിട്ട് ഇവിടെ വന്ന് കാണാൻ വേണ്ടി പുറപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ് നേരം നിന്ന് കഴിഞ്ഞ ശേഷം അദ്ദേഹം ചോദിച്ചു. അപ്പോ അദ്ദേഹം ഈ പത്രത്തിന്റെ ആവശ്യകത വേണ്ടിക്കാട്ടി 2-3-4 വാക്കും പറയുന്നത്, അതായത് ഇന്ത്യയിലെ മുസ്ലിം ലീഗുകൾക്ക് അവരുടെ പൗരാവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നില്ല, അവർ മർദ്ദിക്കപ്പെടുന്നുണ്ട്, ദ്രോഹിക്കപ്പെടുന്നുണ്ട്, അതിനു വേണ്ടി സമരം ചെയ്യാനാണ് പത്രം ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി പറഞ്ഞിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഒരു മിനിറ്റ് നേരം ഉണ്ടായിരുന്നിട്ട് പറഞ്ഞു ചോദിച്ചു, CH മുഹമ്മദ് കോയ ഇല്ല അവിടെ എന്ന്. അത് കേട്ട് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ കൂട്ടത്തിൽ പോയ മലയാളി പ്രധാനി അക്ഷരം മിണ്ടിയില്ല. ഞങ്ങൾ കുറച്ച് മിനിറ്റും കൂടി അവിടെ ഇരുന്നു, സലാം പറഞ്ഞ് തിരിച്ചു വന്നു. ആ ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. അതായത് ഒരു അറബി പ്രധാനിക്ക് ഇന്ത്യയിലെ മുസ്ലിം ലീഗുകൾ മർദ്ദിക്കപ്പെടുന്നതിൽ ശബ്ദമുയർത്താൻ വേണ്ടി കഴിവുള്ള ഒരു നേതാവ് ഇന്ത്യയിലുണ്ട് എന്നുള്ള ബോധം, ആ അറിവ് അദ്ദേഹത്തിന് കൈവന്നല്ലോ. അതിന് കാരണം CH മുഹമ്മദ് നടപടികളുമാണല്ലോ എന്നോർത്ത് ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. ചെറുപ്പത്തിൽ തന്നെ CHൽ നേതൃപാഠവും ശുഭാപ്തിയും നാമിട്ടിരുന്നു. ബാല്യകാല പ്രൊഫസർ T. അബ്ദുള്ള സ്വഭാവമേ CHനില്ല. ക്ലാസ്
മുമ്പത്തെ സമയവും ക്ലാസ് കഴിഞ്ഞ സമയവും ഒക്കെ ഓരോ ഗ്രൂപ്പുമായിട്ട് പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുക. അത് പേപ്പറൊക്കെ വായിക്കും. അപ്പം ഞങ്ങളൊക്കെ തന്നെ പിന്നെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയത് CHന്റെ കൂട്ടുകെട്ടിലാണ്. സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ കൊയിലാണ്ടി ഹൈസ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ അവിടെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ടാക്കി. അതിൻ്റെ നേതൃസ്ഥാനത്തൊക്കെ CH തന്നെയായിരുന്നു. എന്നിട്ട് വിഷമമുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഒരു ഫണ്ട് ഉണ്ടാക്കി. അങ്ങനെ അതൊന്ന് സ്കോളർഷിപ്പ് കൊടുത്തിരുന്നു. ആ സ്കോളർഷിപ്പ് ഒരു കൊല്ലം ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. നടക്കാതെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഓരോ ആളുകളോട് പറഞ്ഞതാണ്. ചന്ദ്ര ഓഫീസിന്റെ മുമ്പിലെത്തിയപ്പോൾ ഈ ഓഫീസിൽ ഒരു കാലത്ത് ഞാനിതിന്റെ കസേരയിൽ കയറിയിരുന്നു എന്ന് പറയുണ്ടായിട്ടുണ്ട്. ഇന്നലകളിൽ എവിടെയോ പതറിപ്പോയ തന്റെ സമുദായത്തിന്റെ ചരിത്രം തിരുത്തി എഴുതുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മസാഫല്യം. CH കേരള മുഖ്യമന്ത്രിയായ ദിവസത്തെക്കുറിച്ച് ഉറ്റ ചങ്ങാതി സൂര്യഭായ്. അതിന് ഉച്ചക്ക് ചോറെടുത്തപ്പോൾ എന്നെ വിളിച്ചു. ചോറെടുത്തേക്ക് അടുത്തേക്ക് വിളിച്ചു. ഞാനും CH മുടിയിൽ ചോറ് ചെയ്ത ചാൻസ് CH എത്ര ദിവസത്തേക്കാണ് ഇത് എത്ര ദിവസത്തേക്കാണ് നിങ്ങൾ സൂര്യ ദിവസം കണക്കാക്കണ്ട, ഇന്ന് തന്നെ രാജി വെച്ച് കണക്കാക്കിയാൽ മതി. അയച്ചൊന്നുമില്ല. പിന്നെ എന്താണ് നമ്മളുള്ള നേട്ടം നിങ്ങളോട് എന്നോട് ചോദിച്ചിട്ട് ആളുകൾ ഈ കൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടാമെന്ന് കൗൺസിൽ പോലും ആവില്ലാതെ ഇന്ത്യ ചരിത്രത്തിൽ ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. മുസ്ലിം ലീഗ് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി ആയിട്ട് CH മുഹമ്മദ് കോയ അധികാരം ഏറ്റെടുക്കുന്നുള്ളത് ലോകത്തിൽ ചരിത്രത്തിൽ മാറ്റപ്പെടാത്ത എന്നെ എഴുതി കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ നാട്ടം എട്ടുകാരി ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കേണ്ട എന്നും പറഞ്ഞു. തന്റെ വാഗ്ധോരണി കൊണ്ട് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ആവേശം കുറിച്ചു. പിന്നോക്കത്തിന്റെ കാവടിയെക്കുറിച്ച് വിലപിച്ച ആ രാഷ്ട്രീയ ജീനിയസ് സമുദായ ഉദ്ധാരണത്തിന് വിജ്ഞാനത്തിന്റെ രാജപാത ഉപാധിയാക്കി. CH കൈവയ്ക്കാത്ത മേഖലയില്ല. പത്രപ്രവർത്തകനായ അദ്ദേഹം സഞ്ചാര സാഹിത്യത്തിന് അർപ്പിച്ച സംഭാവനകൾ സംഭാവനകൾ CH സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും സഞ്ചാര സാഹിത്യത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കൃതികൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം. വാസ്തവത്തിൽ പിന്നെ ഒറ്റക്കാട്ടിന് കഴിഞ്ഞാൽ ഏറ്റവും അധികം നല്ല സഞ്ചാര സാഹിത്യ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത് CH ആണെന്ന് തോന്നുന്നു. മനുഷ്യസ്നേഹിയായ CH കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിലും സുഹൃത്ത് ബന്ധങ്ങളെ മറന്നില്ല. സ്നേഹസമ്പന്നനായ ഭർത്താവും വാത്സല്യനിധിയായ പിതാവുമായി അദ്ദേഹം ജീവിച്ചു. കാലത്തിന് മായ്ക്കാനാവാത്ത കുറെ വർണ്ണചിത്രങ്ങളുണ്ട് അവരുടെ സ്മൃതിപഥങ്ങളിൽ. ആമിനാബി തന്റെ ഭർത്താവിനെ കുറിച്ച് അതുപോലെ തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ. പിന്നെ ഒരു വീട്ടില് ഈ ചെലവ് ചെയ്യുന്ന കാര്യത്തിലെല്ലാം മൂപ്പര് ഒന്നും ശ്രദ്ധിക്കില്ല. അതെല്ലാം എന്റെ ഇതിലാണ്. നീ എന്താന്ന് വെച്ചാൽ ചെയ്തെന്നുള്ള ഈ പൈസയൊന്നായിട്ട് മൂപ്പരൊന്നും ഒരു ബന്ധമില്ല. ശമ്പളം കിട്ടിയാലും ഇങ്ങോട്ട് തന്നേക്കല. വീട്ടുകാര്യങ്ങൾ അന്നേ ഞാന് മൂപ്പരിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല, വീട്ടുകാരിനെ പറ്റി. മറ്റേ ഞങ്ങളുടെ കാര്യത്തിലെല്ലാം അങ്ങനെ വേണ്ടതുപോലെ ചെയ്യണമെന്നുള്ളതല്ലാതെ വീട്ടുകാരൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഈ കോഴിനെ പോറ്റല്, കിളിനെ പോറ്റല്, കൃഷി ഉണ്ടാക്കല്, അതൊക്കെ വലിയ താല്പര്യമുള്ള കാര്യമാണ്. ഞാൻ വളരെ കാലം തന്നെ 10 കൊല്ലം മുന്നേ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ കാലവും ഒരു വലിയതായിട്ടല്ല പെരുമാറിയിട്ടുള്ളത്. ഒരു എളിയതായിട്ടാണ് അദ്ദേഹം എന്നോട് പെരുമാറിയിട്ടുള്ളത്. എന്നെ ഒരു സ്വന്തം അനുജനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. കുടുംബത്തെയും സമുദായത്തെയും പ്രിയപുത്രന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാണ് CH നമ്മോട് വിട ചൊല്ലിയത്. നാടും നഗരവും വിറങ്ങലിച്ച ദിവസം.
സമുദായത്തിന്റെ ദീനരോധനമെന്നല്ല, കുഞ്ഞുമോന്റെ നിലവിളി കേൾക്കാൻ പോലും ആ ഇതിഹാസ പുരുഷൻ ഇന്ന് നമ്മോടൊപ്പമില്ല. സ്നേഹവാത്സല്യങ്ങൾ നുകരാൻ ഭാഗ്യമില്ലാത്ത അനാഥരും അഗതികളും. അവരുടെ ശരണാലയമാണ് ഈ സ്ഥാപനം. തിരൂരങ്ങാടി യതീംഖാന. അനാഥത്വത്തിന്റെ വ്യഥകൾ മറന്ന് അവരിവിടെ ജീവിക്കുന്നു. അവർക്ക് ലാളനയും വാത്സല്യവും പകരാൻ സ്നേഹാർദ്രമായ കരങ്ങളുണ്ടെന്ന്. ആയിരക്കണക്കിന് പിഞ്ചോമനങ്ങൾക്ക് അഭയം നൽകുന്ന ഈ അനാഥാലയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വലിയ മനുഷ്യസ്നേഹിയുണ്ടായിരുന്നു. സജീവ രാഷ്ട്രീയത്തിന്റെ കുതൂഹലങ്ങൾക്കിടയിലും ജീവകാരുണ്യത്തിന്റെ ഉദാത്ത മാതൃക കേരള ജനതയ്ക്ക് മുന്നിൽ സമർപ്പിച്ച മഹാത്യാഗി MK ഹാജി സാഹിബ്. ഹൃദയവിശുദ്ധിയിൽ ചാലിച്ചെടുത്ത നിസ്വാർത്ഥ സേവനം സമുദായത്തിനും മുസ്ലിം ലീഗിനും തണലേകി. മുസ്ലിം ലീഗ് രണ്ട് കൈവഴികളിലായി ചലിച്ചപ്പോഴും MK ഹാജി ഒരു വിഭാഗത്തിന്റെ അമരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതുപോലെ സമുദായത്തെയും പ്രസ്ഥാനത്തെയും ഉള്ളറിഞ്ഞ് സ്നേഹിച്ച നേതാക്കൾ വിരളമാണ്. അതിന്റെ അംഗീകാരമാണ് ഈ സ്ഥാപനങ്ങൾ. ഇവിടെയായിരുന്നു MK ഹാജി സാഹിബ് ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യ ആദ്യം എത്തിയ ശ്രമിച്ചന്ന് 16 കുട്ടികളെ കുട്ടികൾ ഇവിടെ തന്നെ. പുത്രൻ അബ്ദുൾ റഹ്മാൻ. വിമോചന സമരത്തിന്റെ വേനൽ ചൂടിൽ ഒരു പരപ്പനങ്ങാടിക്കാരൻ മുസ്ലിം ലീഗിന്റെ മുൻനിരയിലേക്ക് കടന്നു വന്നു. ഔക്കാദർ കുട്ടി നഹാ സാഹിബ്, സുഹൃത്തുക്കളുടെ ഔക്കറുട്ടി. കേരള നിയമസഭയിലും മന്ത്രിസഭയിലും ഏറ്റവും നീണ്ട കാലയളവിൽ സേവനമനുഷ്ഠിച്ച് ചരിത്രം കുറിച്ച രാഷ്ട്രീയ നേതാവ്. ബാപ്പുക്കുരുക്കളുടെ വിയോഗത്തോടെയാണ് നഹാ സാഹിബ് കേരള മന്ത്രിസഭയിലെത്തുന്നത്. CH മുഹമ്മദ് കോയ സാഹിബ് വിട ചൊല്ലിയപ്പോൾ ഉപമുഖ്യമന്ത്രി പദം ഏറ്റെടുത്തു. ശാലീനവും കുലീനവുമായ ആ വ്യക്തിത്വം സർവ്വജനങ്ങളുടെയും ആദരവ് പിടിച്ചുപറ്റി. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലും തന്നെ വളർത്തി വലുതാക്കിയ പാർട്ടിയുടെ വേദികളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു. അദ്ദേഹത്തിന്റെ നർമ്മം പൊഴിയുന്ന മൊഴികൾ നേതാക്കൾക്കും അനുയായികൾക്കും ഒരുപോലെ സാന്ത്വനം പകർന്നു. അദ്ദേഹത്തിന്റെ വിധവയും മക്കളും. വടക്കേ മലബാറാണ് മുസ്ലിം ലീഗിന്റെ കളിത്തൊട്ടിൽ. ഇവിടെ നിന്നാണ് ലീഗിന്റെ യഥാർത്ഥ ചരിത്രം തുടങ്ങുന്നത്. ഈ തറവാട്ടിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കൃഷഗാത്രൻ ജീവിച്ചിരുന്നു. സമർപ്പണത്തിന്റെ മൂർത്തീഭാവമായ OK മുഹമ്മദ് കുഞ്ഞി സാഹിബ്. ഒരു വേള മലബാറിൽ മുഴങ്ങിക്കേട്ട ശബ്ദം OKയുടേതായിരുന്നു. OKയുടെ സന്തത സഹചാരിയായിരുന്ന ഹംസ സാഹിബ്. വന്നു ആ കാലഘട്ടത്തിൽ ഈ മൈക്ക് അന്ന് ഉപയോഗം കുറവാണല്ലോ. അപൂർവമായി തന്നിട്ടുണ്ടായിരുന്നില്ല. 1930 ആ കാലഘട്ടത്തിൽ മൈക്ക് കണ്ടിട്ടില്ല. അന്നൊക്കെ നമുക്കൊരു സ്റ്റേജിനൊക്കെ സംസാരിക്കുന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സംസാരിക്കും. വളരെ വാചാലയായിട്ട് സംസാരിക്കും. സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് CHലൊക്കെ ഉണ്ടായിരുന്ന അതേ പൊസിഷനായിരുന്നു അന്ന് OKന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും അവിടെ ഇരുന്ന് കേട്ട് മൂപ്പറ പ്രസംഗം കഴിഞ്ഞ ശേഷം അത് പിരിഞ്ഞു പോകും. സ്വഭാവമാണ്. ആ കാലഘട്ടത്തിൽ ഈ സംഘടന കെട്ടിപ്പിടിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കഴിയുന്ന പ്രത്യേകതയായിരുന്നു. നിരന്തരമായ പ്രസംഗം ആ നിസ്വാർത്ഥിയുടെ ശബ്ദം തന്നെ നഷ്ടപ്പെടുത്തി. മതമൈത്രിക്കും സമുദായ സൗഹാർദ്ദത്തിനും വേണ്ടി OK എന്നും നിലവിൽ തന്റെ രാഷ്ട്രീയ ഗുരുവിനെ കുറിച്ച് PK അബ്ദുൽ ഖാദർ മൗലവി.
കുമ്പളയിൽ മതസൗഹാർദ്ദത്തിന്റെ ബന്ധം വരും എന്ന രീതിയിലുള്ള വലിയ ഒരു സന്നാഹം നടക്കുകയായിരുന്നു. അവിടെ രണ്ട് വിഭാഗം ജനങ്ങൾ, മുസ്ലിങ്ങളും ഹിന്ദുക്കളും പരസ്പരം കഴുത്തറക്കും എന്ന രീതിയിൽ നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുമ്പളയിലെ വലിയ ജുമാഅത്ത് പള്ളിയുടെ മുമ്പിലൂടെ മുട്ടിപ്പോകും എന്ന് ഹിന്ദുക്കളും വാദിക്കുന്നു. ഒരു തരത്തിലും സമ്മതിക്കില്ലെന്ന് മുസ്ലിങ്ങൾ പറയുന്നു. ഓക്കെ എന്ന മഹാനായ നേതാവ് ഓടിയെത്തി അദ്ദേഹം രണ്ടു കൂട്ടരെയും കണ്ടു. അദ്ദേഹം ചെയ്തത് മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അവരെ തടയരുത്. ഞങ്ങളുടെ ദൈവം ഈ മുട്ടുകെട്ട് ഓടിപ്പോകുന്നതല്ല. അതുകൊണ്ട് വളരെ പക്വതയോടെ ശാന്തതയോടെ അവരെ നിങ്ങൾ സ്വീകരിക്കണം. അവർ അവരുടെ മതത്തിന്റെ ആചാരങ്ങളാണ് അനുഷ്ഠിച്ചു വരുന്നത്. അതുകൊണ്ട് അവരെ സ്വീകരിക്കലാണ് നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞ് നമ്മുടെ ആളുകളെ മുഴുവൻ ശാന്തരാക്കിയത് മാത്രമല്ല, മുട്ടിപ്പോകാൻ അവരുടെ അനുവദിക്കുകയും ആ ഘട്ടത്തിൽ ഓക്കെ എന്ന മഹാൻ അനുചരന്മാരോട് പറഞ്ഞ് നിങ്ങൾ കുറച്ച് ഇളഞ്ഞു കൊണ്ടുവരിക. ആർക്കും എന്തിനാണ് എന്ന് പിടികിട്ടിയില്ല. ഇളഞ്ഞം കൊണ്ടുവന്നതിന് ശേഷം രാധ മുട്ടിപ്പോയി പള്ളിയുടെ മുമ്പിൽ എത്തിയപ്പോ ഓക്കെ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലി പുഞ്ചിരിയോടുകൂടി ആ ഇളനീർ ഹിന്ദുമതത്തിലെ സഹോദരന്മാർക്ക് കുടിക്കാൻ കൊടുക്കുന്ന സന്തോഷകരമായ കാഴ്ചയാണ് ആളുകൾക്ക് കാണാൻ കഴിഞ്ഞത്. ഊർജ്ജസ്വലനായ ഓക്കെ പാർട്ടിക്ക് വേണ്ടി രാപ്പകൽ മറന്ന് അധ്വാനിച്ചു. കണ്ണൂർ മുനിസിപ്പൽ ചെയർമാൻ പി കുഞ്ഞി മുഹമ്മദ് സാഹിബിന്റെ ഓർമ്മകളിൽ ഓക്കെയുടെ ഒരു വർണ്ണചിത്രം മായാതെ മുസ്ലിം ലീഗിന് ഇന്ന് കാണുന്ന അന്തസ്സും പദവിയും ആ അംഗീകാരവും എല്ലാം വരും എന്ന് പ്രതീക്ഷിക്കാൻ ഒരു സാധ്യതയുമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമുദായത്തിന്റെ നന്മയിലുള്ള താല്പര്യം മാത്രം കാണിച്ച് അവർ ഇഖ്ലാസോടുകൂടി ചെയ്ത ആ പ്രവർത്തനമാണ് ഓക്കെയിൽ കാരണം ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കാണുന്നു. സേവന ബന്ധാവിൽ അർപ്പിച്ച ഇഖ്ലാസ് സമ്പന്നനായിരുന്ന ഓക്കെ ഫക്കീറിന്റെ ഉത്തരീയമണിയിച്ചു. പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുത്തില്ല. പുതിയ തലമുറയ്ക്ക് ഓക്കെ എന്നും ഒരു ആവേശമായിരുന്നു. ആ നേതാവിന്റെ ജീവിത സഹായനം കൊണ്ട് അനുഗ്രഹീതമായ തളിപ്പറമ്പ് കരിമ്പത്തുള്ള പുത്രിയുടെ ഭവനം. ചാലിയാർ പുഴ ഇന്നും ഒരു ദേശത്തിന്റെ മൗനരാഗമായി ഒഴുകുന്നു. ഒരു കളിക്കൂട്ടുകാരന്റെ വേർപാട് സൃഷ്ടിച്ച ഹൃദയ നൊമ്പരവുമായി. ഒരു സായാഹ്നത്തിൽ ദൂരദർശനിലൂടെ നാം കേട്ട വാർത്ത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവും ഗവൺമെന്റ് ചീഫ് സീതി ഹാജിയോടുള്ള ആദരസൂചകമായി സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരുന്നു. രാവിലെ 11 മണിയോടെ മൃതദേഹം എടവണ്ണയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളുടെ പ്രതിനിധി ജോൺ ഉലഹന്നാൻ നൽകുന്ന റിപ്പോർട്ട്. മർമ്മം നിറഞ്ഞ ശൈലിയും തെക്കേ മലബാറിന്റെ തനിമ തുറമുന്ന നാടൻ പ്രയോഗങ്ങളും കൊണ്ട് കഴിഞ്ഞ 14 വർഷക്കാലം കേരള നിയമസഭ നിറഞ്ഞു നിന്ന പി സീതി ഹാജി ഇനി ഒരോർമ്മ മാത്രം. CH മുഹമ്മദ് കോയയ്ക്ക് ശേഷം വന്ന ഏറ്റവും തലയെടുപ്പ് വശത്തിൽ ബാധിച്ച ക്യാൻസർ നിയമസഭയിൽ നിന്നും ഇടയ്ക്കിടെ വിട്ടുനിൽക്കാൻ 80 വയസ്സായിരുന്ന 5 പെൺമക്കളുമുണ്ട്. മരണവിവരമറിഞ്ഞ് മന്ത്രിമാരടക്കമുള്ള സഹപ്രവർത്തകർ ആശുപത്രിയിലെത്തി. വെറുമൊരു സാധാരണക്കാരനായി ജീവിതം ആരംഭിച്ച സീതി ഹാജി രാഷ്ട്രീയത്തിൽ ഔന്നത്യത്തിന്റെ പടികൾ ഓരോന്നായി കയറിയത് ആത്മാർത്ഥതയും കഠിനാധ്വാനവും കൊണ്ട് മാത്രമായിരുന്നു. 1932 ആഗസ്റ്റ് 18 തീയതി കിഴക്കൻ ഏറനാട്ടിലെ എടവണ്ണയിൽ ജനിച്ച സീതി ഹാജിക്ക് ലഭിച്ച ഔപചാരിക വിദ്യാഭ്യാസം എടവണ്ണ LP സ്കൂളിൽ ഒതുങ്ങി നിന്നു. പക്ഷേ LPക്ക് ലോകപരിചയം എന്ന പരിഭാഷ നൽകിയ സീതി ഹാജി തനിക്ക് ചുറ്റും കണ്ട ലോകത്തു നിന്ന് ധാരാളം പഠിച്ചുകൊണ്ടേയിരുന്നു. മഞ്ചേരിയിലെ ഹസൻകുട്ടി ഗുരുക്കളുടെയും ബാപ്പു ഗുരുക്കളുടെയും ശിഷ്യത്വത്തിൽ 16-ാം വയസ്സിൽ സീതി കോയ സജീവ രാഷ്ട്രീയം തുടങ്ങി. 1973 മുസ്ലിം ലീഗിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് സീതി ഹാജി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. 1977 മുതൽ കേരള നിയമസഭയിലേക്ക് അദ്ദേഹം 5 തവണ തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യത്തെ 4 തവണ കൊണ്ടോട്ടിയിൽ നിന്നും ഇത്തവണ താനൂരിൽ നിന്നും. നിലവിലുള്ള നിയമസഭയിൽ സീതി ഹാജി ക്യാബിനറ്റിലുള്ള ഗവൺമെന്റ് ചീഫ് വിപ്പായിരുന്നു. സജീവ രാഷ്ട്രീയത്തിന് പുറമെ നിരവധി സാംസ്കാരിക സംഘടനകളുടെ തലപ്പത്തും സീതി ഹാജി പ്രവർത്തിച്ചിരുന്നു. കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ചന്ദ്രിക ദിനപത്രത്തിന്റെ ഡയറക്ടർ കൂടിയായിരുന്നു സീതി ഹാജി. നീണ്ട 14 വർഷം സീതി ഹാജി ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത നിയമസഭയുടെ സമീപത്തെ ദർബാർ ഹാളിൽ നിന്നും ഉച്ചയോടെ അദ്ദേഹത്തിന്റെ ശവശരീരം എടവണ്ണയിലേക്ക് യാത്രയായി. എടവണ്ണയിലെ ജുമാഅത്ത് പള്ളിയിൽ നാളെ കബറടക്കം നടക്കും. കബറടക്കം കഴിഞ്ഞാലും അറബിക്കടലിൽ മഴ പെയ്യുന്നത് മരമുണ്ടായിട്ടാണോ എന്ന് ചോദിച്ച സീതി ഹാജിയുടെ ധർമ്മബോധവും ആത്മാർത്ഥതയും കേരളവും കേരള നിയമസഭയും എക്കാലവും ഓർമ്മിക്കും.
സീതി ഹാജി എന്നും ലീഗ് അണികൾക്ക് ഒരു ആവേശമായിരുന്നു. സാക്ഷി നിർത്തി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ അകറ്റി നിർത്താം. ഈ മീസ കേൾക്കാത്ത കുട്ടിയാ പോലീസിന് ട്രെയിനിങ് കൊടുക്കണ്ടേ? നയനാട് നിയമസഭയിലാ പറഞ്ഞത്. നിയമസഭ വെച്ചാൽ ചെറിയൊരു മേസറയാ. അവിടെ വെച്ചിട്ടാ പ്രഖ്യാപിച്ച് ശ്രീമാൻ MK മുനീർ. എന്റെ കണ്ണിന്ന് സന്തോഷത്തിന്റെ കണ്ണീർ ഒന്നായിട്ട് നിയമസഭയിൽ ഒഴിച്ച്. കാരണം ഞങ്ങൾ എവിടെയെങ്കിലും മറക്കാൻ പാടില്ല. ഞങ്ങൾ വർഗീയവാദികൾ, പിന്തിരിപ്പന്മാര്. ഞങ്ങള് ഈ രാജ്യത്തെ വേറെന്ത് വർഗമാണെന്ന് നിങ്ങൾക്കറിയില്ല. ആ നയനാരാണ് അവിടെ കയറിയിട്ട് പറഞ്ഞത് പോലീസിന് ട്രെയിനിങ് കൊടുക്കാൻ മുനീറിനെ വിളിക്കണമെന്ന്. വിളിക്കേണ്ടി വരും. ഇവർക്ക് പോലീസ് എന്താ അറിയാം? മുനീറിനറിയാ. മുനീറിന്റെ വന്യപിതാവ്, എന്റെ നേതാവ്, കേരളം കണ്ടതിൽ ഏറ്റവും പ്രഗത്ഭനായ ആഭ്യന്തരകാര്യ മന്ത്രിയായിരുന്നു എന്ന് ഈ രാജ്യം സാക്ഷ്യപ്പെടുത്തിയതാണ്. അതിന്റെ പേരിലാണ് നയനാരെ വിളിച്ചത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ മറ്റീനൊക്കെ വിളിച്ചു. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നാലകത്ത് സൂപ്പി MLA ഉറ്റ സുഹൃത്തിനെ കുറിച്ച് തെളിഞ്ഞു വരുന്നത് ഈ സമയത്ത് ഇപ്പോൾ CBI ഉണ്ടായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഞാൻ നോക്കുകയാണ്. നിയമസഭക്കകത്ത് പോകും. അതൊരു എക്സ്ട്രാ ഓർഡിനറി ക്യാരക്ടർ ആയിരുന്നു CBI. അയാളെ ആക്സസ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഡിഫറെന്റ് ടൈപ്സ് എന്ന്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരുപാട് മിത്രങ്ങളുണ്ടായി, ഒരു വലിയൊരു ശത്രുക്കളുണ്ടായി. ലീഗിന്റെ നയങ്ങളിൽ, നയ വിശദീകരണങ്ങളിൽ CBI പങ്ക് വലിയ പങ്കായിരുന്നു. എടവണ്ണ ജുമാ മസ്ജിദിന്റെ ഓരത്ത് കെട്ടടങ്ങിയ ആ ജീവിതം ഇന്നും ലീഗ് പ്രസ്ഥാനത്തിന് ഊർജവും പ്രചോദനവും നൽകുന്നു. ഇന്നലകളെ പുളകമണിയിച്ച കുറെ നേതാക്കളാണ് ലീഗിനെ ഉരുക്കുകോട്ടയായി കെട്ടിപ്പൊക്കിയത്. ഓർമ്മിക്കപ്പെടാൻ ഇനിയും എത്രയോ നേതാക്കളുണ്ട്. ഉത്തരദേശത്തിന്റെ ഉൾത്തുടിപ്പായ ഇബ്രാഹിം ഛാ, പെരിങ്ങളത്തിന്റെ ശബ്ദമായ MN മമ്മു ഹാജി, കോഴിക്കോടിന്റെ ജീവനാടിയായ ഹാജി M ബാവുട്ടി, തൊഴിലാളി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ KKS തങ്ങൾ, പച്ചപ്പതാകയെ പെറ്റുമ്മയെപ്പോലെ സ്നേഹിച്ച P കുട്ടിയാലി, സമുദായത്തിന് ഉണർത്തുപാട്ടിന്റെ ഈണം പകർന്ന മഹാകവി T ഉബൈദ്, ലീഗിന്റെ പേരിൽ രക്തസാക്ഷ്യം വരിച്ച മാവിലോട്ട് മുഹമ്മദ്, അധസ്ഥിതരുടെ നേതാവ് M ചടയൻ, പൊന്നാനിയിൽ സേവനത്തിന്റെ പുതിയ പാതകൾ വെട്ടിയ മുഹമ്മദ് അബ്ദുൽ ഹൈ. ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിയുമെന്ന് മുസ്ലിം ലീഗ് തെളിയിച്ചു. ഈ സമുദായത്തിന്റെ അവകാശം നേടുന്നതിന് അച്ചാളത്തിട്ടണിഞ്ഞ 1,00,000 യുവാക്കന്മാർ നിങ്ങളുടെ മുന്നിൽ പ്രകടനം കാഴ്ചവെക്കുകയാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ വഴിമാറിക്കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ശീലമുള്ള മുസ്ലിം ലീഗിന്റെ ലക്ഷക്കണക്കായ പ്രവർത്തകന്മാരെ നിങ്ങളെ ഉൾക്കൊള്ളാൻ കോഴിക്കോട് പട്ടണത്തിലെ റോഡുകൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് മാറി നിന്ന് കഴിയുന്നത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതാ നമ്മളുടെ ശക്തി പ്രകടനമാണ്. ഇന്ത്യൻ മുസ്ലിംകാരിക പ്രസ്ഥാനം മുസ്ലിം ലീഗ് ഇതാ കടന്നു വരുന്നു. ലക്ഷക്കണക്കായ വളണ്ടിയർമാർ നേതാക്കന്മാരുടെ പിന്നിൽ അടിവെച്ച് വരുന്നു. സാഹചര്യം വീണ്ടും ഒന്നാക്കി. ശരീഅത്ത് വിവാദത്തോടെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇടതുമുന്നണി വിടാൻ ആർജവം കാട്ടി. അതോടെ എല്ലാവരും അസാധ്യമെന്ന് കരുതിയ ലീഗ് പുനരൈക്യം സഫലമാവുകയായിരുന്നു. ലീഗിന്റെ ചരിത്രം ചന്ദ്രികയുടെയും ചരിത്രമാണ്. ഈ ജുഹയിലൂടെയാണ് സമുദായത്തിന്റെ ശബ്ദം ലോകം ശ്രദ്ധിക്കുന്നത്.
കാരണം അബ്ദുൽ സാഹിബാണ് എതിർ സ്ഥാനാർത്ഥി. അബ്ദുൽ സാഹിബിന് അല്ലാമയെന്നൊരു പത്രമുണ്ട്, പ്രചാരണം നടത്തിയ. അന്നേരം ഒരു പത്രം അത്യാവശ്യമായി വേണ്ടി വന്നപ്പോൾ തുടങ്ങിയതാണ് ചന്ദ്രിക. ഈ സത്താർ സാഹിബിനെ കൂടാതെ മറ്റാരാണ് ഇതിന്റെ ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്നത്? അദ്ദേഹം ഒന്ന് ശ്രീ സാഹിബ്, ഒന്ന് CPM മുഖ്യ, ഒന്ന് സത്താർ സാഹിബ്, പിന്നെ കുഞ്ഞുമായനാജി, പിന്നെ TM മൂസ. വേറൊന്നും ഇപ്പൊ ഇല്ല. കോഴിക്കോട്ട് നിന്നും കൊച്ചിയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ചന്ദ്രിക ഇന്ന് എണ്ണപ്പെട്ട പത്രങ്ങളിലൊന്നാണ്. ആധുനിക സാങ്കേതിക വിദ്യ ചന്ദ്രികയുടെ താളുകളെ മികവുറ്റതാക്കുന്നു. സാഹചര്യം അർപ്പിച്ച ഭാരിച്ച ചുമതല വളരെ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് ചന്ദ്രിക ഇന്നും നിർവഹിക്കുന്നത്. ചീഫ് എഡിറ്റർ പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി. ദ്വിമുഖമായിട്ടുള്ള ഒരു ദൗത്യമാണ് ചന്ദ്രികയ്ക്ക് നിർവഹിക്കാനുള്ളത്. അത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ രാജ്യത്തിന്റെ ക്ഷേമവും ജനാധിപത്യ വ്യവസ്ഥയുടെ സംരക്ഷണവും അതേപ്രകാരം അതിൽ നിന്നുകൊണ്ട് ആ ചട്ടങ്ങളിൽ നിന്നുകൊണ്ട് വ്യവസ്ഥാപിതമായ മാർഗത്തിൽ കൂടി മുസ്ലിം ന്യൂനപക്ഷത്തിന്റെയും ആവശ്യങ്ങളും മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങളും രക്ഷിക്കലാണ് ചന്ദ്രിക ചെയ്യുന്നത്. എഡിറ്റർ CK താനൂർ. ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കുക, ഈ ദൗത്യം വളരെ വലുതാണ്, വളരെ പ്രയാസമുള്ള കാര്യമാണ്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ചന്ദ്രിക മുന്നോട്ട് പോകുന്നത്. കാറ്റും കോളും അതിജീവിച്ച് 4.5 പതിറ്റാണ്ട് കാലം മുന്നോട്ട് ഗമിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് ആർക്കും അവഗണിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ ശക്തിയാണ്. ന്യൂനപക്ഷ ദുർബല വിഭാഗങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടായ്മ, ശക്തരും പ്രാപ്തരുമായ ഒരു നേതൃനിര കൊണ്ട് അനുഗ്രഹീതമാണ് ഈ പ്രസ്ഥാനം ഇന്ന്. A democratic government, a secular government. How far this government has been able to get security from Muslims of this country? മുസ്ലിം ഇന്ത്യയുടെ ശബ്ദമായ മെഹബൂബെ മിലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് ദേശീയ തലത്തിൽ പ്രസ്ഥാനത്തെ നയിക്കുന്നു. കാലഘട്ടത്തിന്റെ കാലുഷ്യം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് സമ്മാനിച്ച പടനായകൻ. 70ന്റെ തികവിലും പീഡിതരുടെയും മർദ്ദിതരുടെയും സമരനായകനായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ആഞ്ഞടിക്കുന്നു. 40കളിൽ തുടങ്ങിയതാണ് ഈ പ്രയാണം. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആധികാരിക സംഘടന മുസ്ലിം ലീഗ് മാത്രമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. Problems of Muslims right from independence up till this day. As far as the security ദേശീയ തലത്തിൽ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക ജനാധിപത്യ സംഘടന മുസ്ലിം ലീഗാണ്. മുസ്ലിങ്ങളുടെ സുരക്ഷിതത്വവും ശരീഅത്ത് സംരക്ഷണവും ഈ പ്രസ്ഥാനത്തിൽ കൂടി മാത്രമേ സാധ്യമാകൂ. 14 സംസ്ഥാനങ്ങളിൽ ലീഗിന് ഇന്ന് വേരുകളുണ്ട്. And to see that their compulsory paid to them and they are completely rehabilitated. Not only this, but a protect Shariat, we carried on a campaign throughout the country after interference in Shariat in the famous Shaban case. It was decided by the Supreme Court. And the League is having today branches, units in 40 states. And in addition to this, we have got our branches in centrally administered area, New Delhi itself, and also Lakshadweep. And also, we have had representation in assembly in 6 states. I resolve serving entire Muslim Ummah. മുസ്ലിം ഉമ്മയെ ഏകോപിക്കുന്ന ശക്തമായ കണ്ണിയാണ് സേഠ് സാഹിബ്. മാന്യമായ അസ്തിത്വവും ഐഡന്റിറ്റിയും കാത്തുസൂക്ഷിക്കാൻ സമുദായം ഒറ്റക്കെട്ടായി ചലിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഊന്നി പറയും.
for identity, for security, for equality, for dignity, and achieve a peaceful. And I was in Pakistan. എന്നും വിവാദ പുരുഷനാണ് മെഹബൂബെ മില്ലത്ത്. ഒരിക്കൽ പാകിസ്ഥാനിൽ വെച്ച് നടത്തിയ പ്രസംഗം ഒട്ടേറെ വിവാദങ്ങൾ സൃഷ്ടിച്ചു. Very disturbing pictures. So can I suppress truth and speak of false? So I speak truth. And I also said that we do not have social justice. In the sense that while we are here 50 to 70 crores. എന്റെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. ഇവിടെ ജീവിച്ചു മരിക്കാൻ തീരുമാനിച്ചവരാണ് ഞങ്ങൾ. Nobody can question that. Nobody. That's very clear. We are patriotic. We love our country. We have decided to live in this country, die in this country. No doubt about it. But while we have decided to live in country, die in country, we also decided to live in this country as Muslims and with izzat and honor. Now, പക്ഷപാതിത്വം പിടിപെട്ട ഇന്ത്യൻ മീഡിയയുടെ കണ്ണിൽ സേഠ് മതമൗലികവാദിയാണ്. താൻ ഫണ്ടമെന്റലിസ്റ്റ് ആണെന്ന് തുറന്നു പ്രഖ്യാപിക്കുന്നതിൽ അദ്ദേഹത്തിന് വൈമനസ്യമില്ല. Become conservatives, become fundamentalists, all these things. It's how we have been done. But this is not that at all. And some people call me fundamentalist. Yes, I'm a fundamentalist. I'm proud to be called a fundamentalist. You must understand this. There are certain fundamentals of Islam. Every religion has got certain basic principles, has got certain fundamentals. And person belonging to that religious order must believe in the fundamentals. My belief is, if a Hindu is a good Hindu, a Muslim a good Muslim, by believing in the fundamentals, we can have better atmosphere in our country. മുസ്ലിം സമുദായത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് വിവേചനം ന്യൂനപക്ഷാവകാശങ്ങൾ ഉയരുന്ന ഈ അട്ടഹാസം ഒരു കാലഘട്ടത്തിന്റെ പരിച്ഛേദമായി മാറി. As time goes on, these problems have become more and more serious. Understand? These problems have become more and more serious. And today a situation has come where we have to fight for existence, fight for survival, fight for identity, fight for security, fight for equality, fight for dignity. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹിമാലയൻ പ്രശ്നങ്ങളാണുള്ളത്. എല്ലാവരും മനസ്സിലാക്കണം, ആ പ്രശ്നങ്ങളാകട്ടെ അനുദിനം സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു, അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിൽ മുസ്ലിം സമുദായം അതിനെതിരെ പടപൊരുതേണ്ടതുണ്ട്. മുസ്ലിം സമുദായം അതിനെ പടകെട്ടി ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. അസ്തിത്വത്തിന് വേണ്ടി പടപൊരുതേണ്ടതുണ്ട്, നിലനിൽപ്പിന് വേണ്ടി പടപൊരുതേണ്ടതുണ്ട്, സാംസ്കാരികമായ സുരക്ഷയ്ക്ക് വേണ്ടി പടപൊരുതേണ്ടതുണ്ട്, അഭിമാനകരമായ അന്തസ്സിന് വേണ്ടി ഇവിടെ പടപൊരുതേണ്ടതുണ്ട്. വിശ്രമമില്ലാത്ത രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും വീണ് കിട്ടുന്ന കുടുംബ സദസ്സ്. പേരക്കിടാങ്ങളുടെ കൂടെ സഹപ്രവർത്തകരോടൊപ്പം തീന്മേശയ്ക്ക് മുന്നിൽ. ഗുലാം മുഹമ്മദ് ബനാത്വാല എന്ന രാഷ്ട്രീയ മനുഷ്യൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. മൂർച്ചയേറിയ വാക്കും ശൈലിയും ബനാത്വാല എന്ന ജീനിയസിനെ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനാക്കുന്നു. തീപ്പാറുന്ന ഭാഷണങ്ങൾ ബനാത്വാലയുടെ സർഗസിദ്ധിയാണ്. ഒരു വേള പാർലമെന്റിൽ മുഴങ്ങിക്കെട്ടു ഈ ശബ്ദം. एक जमाने में उन्होंने आपके सामने जैसे बयान किया कि कोई कानून नहीं, कोई नोटिस नहीं, यहाँ तो डेमोक्रेसी है, यहाँ तो जमहूरियत है, यहाँ तो हर एक का हक है, हुकूक है, लेकिन किस तरह पामाली आज
गुलबर्गा में यहाँ बैठे हुए हैं, वहाँ एक जबरदस्त जुल्म सितम का बाजार कर्म हमारी शरीयत से इनकार, कब पुलिस दस्तक दे दरवाजों के ऊपर और पकड़ पकड़ कर के पाकिस्तानी है निकाल दो, बांग्लादेशी है निकाल दो, पुलिस ले जाती है और सरहद पार ले जाकर धकेल दिया जाता है। प्राइम मिनिस्टर मोरारजी देसाई की बात फाइंड करो, മുസ്ലിം ലീഗിലെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾക്ക് പ്രഖ്യാപിതമായ അടിത്തറയുണ്ട്. Muslim League strives also to promote cordial relations, amicable relations among the different sections of the people, and especially between the Muslims and the other communities. Such, therefore, is the political role of the Muslims in India. Now, these very objectives, namely the balanced development of our country, where the rights enshrined in the Constitution of India are sincerely implemented and everybody marches on the road to progress shoulder to shoulder, these things can only be achieved when the minorities, and Muslims are the largest minority of the country, when the Muslims have a weight in the political environment in our country. This weight can come only through the unity under one banner, and that banner is the Indian Union Muslim League. സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്, ഭരണഘടനയിൽ എഴുതി വെച്ച അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിന്, രാജ്യത്തിന്റെ സന്തുലിതമായ പുരോഗതി കരഗതമാക്കുന്നതിന് രൂപീകരിക്കപ്പെട്ട ഒരു പൊതുവേദിയാണ് മുസ്ലിം ലീഗ്. Right from Assam, Bengal till the Lakshadweep. I am grateful particularly to Kerala for having given me the opportunity of serving the millat and the nation through Kerala, through the parliament. I am very much obliged to Kerala and the Purnani constituency for the purpose. പാർലമെന്റിലെ കർമ്മപ്രബുദ്ധമായ തന്റെ ദിനങ്ങളെക്കുറിച്ച് of several years when I was in the Lok Sabha in the parliament, I feel by the grace of Allah totally satisfied of having performed my duty in the parliament to the utmost. Of course, the work can never be complete. It goes on. Several more things to be done. But during this period, several threats came up to the protection of the Sharia, for example, in our country. അലിഗർ മുസ്ലിം സർവകലാശാലയുടെ ന്യൂനപക്ഷ സ്വഭാവം പുനഃസ്ഥാപിക്കുന്നതിന്, ജാമിയ മില്ലിയയുടെ ചരിത്ര സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിന്, മുസ്ലിങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് ഞാൻ പാർലമെന്റിനകത്ത് പരമാവധി ശബ്ദമുയർത്തി. It was a grave and an intolerable interference in the Sharia and in the interpretation or the misinterpretation of the Quran, the Hadith and the Fiqh. Naturally, therefore, by a private member's bill and through a private member's bill, I raised the matter in the parliament of our country. And this private member's bill and the discussion on this private member's bill moved by me became a historic discussion and a historic bill. For nearly 1 year, the parliament went on discussing the interference that was brought in the Sharia by the Shah Banu's judgment. And at the end, alhamdulillah, we had, as a result of our pressures, the official bill by the government in order to restore the correct meaning of the criminal procedure code with respect to matters raised in the Shah Banu's case, and thus restore also the rule of Sharia in our country. But this matter has received a sufficient publicity and has come to the knowledge of the people. There have been other things also. For example, I in the parliament raised this question of the Aligarh, of the restoration of the Muslim character of the Aligarh Muslim University, and moved it, especially during the times
of the Janata Party government during 1977 and 79, an unofficial bill, a private member's bill for the restoration of the minority character of the illegal Muslim university. It was a bill on the lines of the bill, unofficial bill, introduced in the parliament by our late lamented leader C.H. Muhammad Koya when he had become the member of the parliament. On the same line, I also, when I came to the Lok Sabha, I introduced the bill, and alhamdulillah the bill came up for discussion. And the discussion on the bill was such that the Janata Party government was forced to bring its own official bill in accordance with its assurances to the people in order to restore the minority character of Aligarh Muslim University. When the matter of the Jamia Millia University came up in the parliament, and through a bill, the historical character, the Islamic character of the Jamia Millia was assaulted, the Muslim League stood upon. I had moved a number of amendments. We opposed each and every such item of that bill that was an attack and an assault of the historical character and the religious and the Islamic character of Jamia Millia, and even staged a walkout for the purpose. With respect to the economic matters also, the economic problems faced by the Muslims in particular, at several occasions in the parliament, I have risen in order to present the picture of the great discrimination and the deterioration in the economic conditions of the Muslims of India. There have been positive responses to that. It was in response to such severe criticism that has been levied by me as the representative of the Indian Union Muslim League and of the Muslim voice in India, that Indira Gandhi government came forward for the appointment of a high power panel on minorities of Dr. Gopal Singh. Of course, today the question remains. Today, when we have already had the report tabled in the parliament, the question remains of the implementation of the various recommendations of this particular report of Dr. Gopal Singh. അംഗീകാരത്തിൻ്റെതാണ് ഈ കയ്യൊപ്പുകൾ. വിവിധ സംസ്ഥാനങ്ങളിൽ ഇവരാണ് മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. യുപിയിലെ പ്രൊഫസർ സുലൈമാൻ സാഹിബ്, ബംഗാളിലെ ഹസനുസമാൻ സാഹിബ്, കർണാടകത്തിലെ ഖമറൂൻ ഇസ്ലാം സാഹിബ്. മുസൽമാന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇവർ ഇടയ്ക്കിടെ സന്ധിക്കുന്നു. വന്ധ്യവയോധികനായ ബേബി അബ്ദുള്ള കോയ സാഹിബ് രാജ്യസഭയിൽ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിക്കുന്നു. സഭയിൽ 25 വർഷം പൂർത്തിയാക്കിയ അദ്ദേഹം പുതിയൊരു ചരിത്രം കുറിച്ചു കഴിഞ്ഞു. രാജ്യസഭയിലെ അനുഭവങ്ങളെക്കുറിച്ച് നേരിട്ട് ബാധിക്കുന്ന സംഗതികളിൽ പൊതുവിൽ മിക്ക രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിമീങ്ങളുടെ നിലപാട് അനുകൂലിച്ചുകൊണ്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ BJP തുടങ്ങിയുള്ള ചില കക്ഷികൾ സാമുദായിക കാര്യങ്ങൾ വരുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് സഹായകമല്ലാതെ പലപ്പോഴും മുസ്ലിമീങ്ങളുടെ ഗുണത്തിന് എതിരായിട്ടും പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പക്ഷേ ഒരിക്കലും ഈ അഹമ്മദ് മുന്നോട്ട് പോകരുത്. നവാഗതിലാണെങ്കിലും ഡൽഹി രാഷ്ട്രീയത്തിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. Delhi is not Kerala. Kerala is not Delhi. Delhi has its own peculiar and particular distinctive features where we have to merge with what Delhi is. We shall not say, oh, I am a Muslim League, I cannot come to you, I cannot see you, I cannot talk to you. Nothing like that. Keeping our own identity, cultural identity, religious identity, the political identity, we can move with other people shoulder to shoulder and project your philosophy, that's our philosophy. ഇതര പാർട്ടികളുമായി ലീഗിന്റെ ബന്ധം സുചിന്തിതവും സുവ്യക്തവുമാണെന്ന് അഹമ്മദ് സാഹിബ് പറയുന്നു. സംബന്ധിച്ച പ്രശ്നങ്ങളിൽ കോൺഗ്രസിനെ കൊണ്ട് അത് അംഗീകരിപ്പിക്കുക എന്നതാണ് പ്രഥമവും പ്രധാനവുമായി ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. അത് ഇന്നും ഇന്നലെയുള്ളതല്ല. കഴിഞ്ഞ കാലങ്ങളിലും പ്രശ്നാധിഷ്ഠിതമായ രാഷ്ട്രീയ
കാഴ്ചപ്പാടാണ് മുസ്ലിം ലീഗ് അനുവർത്തിച്ചത്. ന്യൂനപക്ഷ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ, സമുദായത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾ അത് സംരക്ഷിക്കണമെന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുമായുള്ള ബന്ധം പ്രശ്നമേ അല്ല. 14 സംസ്ഥാനങ്ങളിൽ ലീഗിന് വേരുകളുണ്ടെങ്കിലും പ്രസ്ഥാനത്തിന്റെ പേരും പെരുമയും വാനോളം ഉയർത്താൻ ഒരേ ഒരു സംസ്ഥാനത്തിനെ കഴിഞ്ഞിട്ടുള്ളൂ. ഹരിത പതാക ഇവിടെ തണലും രോമാഞ്ചവുമായി മാറുന്നു. സംഘടിത രാഷ്ട്രീയ ശക്തി കൈവരിച്ച അതുല്യ നേട്ടം. ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ ആത്മീയ ചൈതന്യം മുറ്റിനിൽക്കുന്ന ഒരു നേതാവിന്റെ നിറഞ്ഞ സാന്നിധ്യമുണ്ട്. പാണക്കാട് പുഴ ഒരിക്കൽ കൂടി ആ കഥ പറയുന്നു. പൂക്കോയ തങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ഒരു നേതൃ പാരമ്പര്യത്തിന്റെ തിളക്കമാർന്ന കണ്ണീർ. കൊടപ്പനക്കൽ തറവാട്ടിലേക്കുള്ള പാത അനിർവചനീയമായ ജീവിത ദൗത്യത്തിന്റെ രാജവീഥിയാണ്. സാന്ത്വനത്തിന്റെ തെളിനീരും തേടി നിലയ്ക്കാത്ത പ്രവാഹം. ജാതിമത ഭേദമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഈ കാത്തിരിപ്പ് ചൈതന്യവത്തായ ഒരു സാന്നിധ്യത്തെ മനസ്സിലേറ്റിക്കൊണ്ടാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർക്ക് നേതാവാണ്, ഉപ്പാപ്പയാണ്, മധ്യസ്ഥനാണ്, ആത്മീയ ഗുരുവും കൂടിയാണ്. ജീവിതത്തിലെ വേവലാതികളും മനസ്സിലെ വ്യഥകളും ഇവിടെ കെട്ടഴിഞ്ഞു വീഴുന്നു. ആശീർവാദവും മധ്യസ്ഥവും തേടിയാണ് പലരും. അവർക്ക് വേണ്ടത് ഒരു മൊഴിയോ ആശ്വാസത്തിന്റെ ഒരു തലോടലുമാണ്. അനുഗ്രഹത്തിന്റെ ഒരു കൈനീട്ടം. പ്രവാചക പുങ്കവരുടെ കുടുംബത്തിൽ അഹ്ലുൽ ബൈത്തിലാണ് ശിഹാബ് തങ്ങൾ ജനിച്ചത്. അദ്ദേഹം ഞങ്ങളുടെ 6ാമത്തെ പിതാമഹൻ. അദ്ദേഹം യമനിലെ ഹദറമൂത്തിൽ നിന്നാണ് ഇവിടെ ആദ്യമായി വന്നത്. അദ്ദേഹം അവിടെ തന്നെയാണ് അന്തരിച്ചത്. അത് 1212 അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് അലി എന്നായിരുന്നു.